ഹലോ ഹലോ ഹലോ. ഞാൻ നോർമലി രാവിലെ ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കണത്. ഇന്നെനിക്ക് രാവിലെ എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ മടിയൊക്കെ പിടിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ രാവിലെ ഞാൻ ഇന്ന് എന്തൊക്കെയോ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ടി വി ഒക്കെ വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് രാവിലെ ടൈം കിട്ടിയില്ല. ടൈം കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല, എന്തോ ഞാൻ അതിനെക്കുറിച്ച് വിട്ടുപോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് രാത്രി ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോഴിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. നോർമലി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. രാവിലെ എണീച്ച് ഞാൻ ഫുഡുണ്ടാക്കി കഴിച്ചു, ജോലിക്ക് പോയി. പിന്നെ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കുറച്ച് ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് കുറച്ച് ക്ലാസ് എടുത്തു. അവിടുത്തെ ക്ലാസ് എടുത്ത് ചുമ്മാ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു എന്താ സംഭവം എന്നുള്ളത്. എന്നാൽ ഒരുത്തൻ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരുത്തൻ എൻ്റെ അടുത്ത് നമ്മളടുത്ത് വർക്ക് ചെയ്യുന്ന ഒരുത്തൻ, നമ്മളെ കൂട്ടുകാരനടുത്തൻ, അവൻ പറഞ്ഞ് എലൺ മസ്ക് എന്തോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം കൊണ്ടുവന്നുണ്ട്. മിനിമം എന്താണ് £150 എങ്ങാണ്ടാണ് വേണ്ടത്. അങ്ങനത്തെ എന്തോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം കൊണ്ടുവന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പുള്ളി ഉദ്ദേശിക്കുന്നത്, ഞാനപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, പുള്ളി ഉദ്ദേശിക്കുന്നത് അത് ക്രൗഡ് ഫണ്ടിങ് ആണ്. പുള്ളിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പുള്ളിക്ക് ഫണ്ട് വേണ്ടി വരും. ഫണ്ട് വേണമെന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ക്രൗഡ് ഫണ്ട് ചെയ്യുന്നതാണ് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനതിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതായത് ഇങ്ങനെ കുറച്ച് എമൗണ്ട് വെച്ച് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരുപാട് ഫണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫണ്ട് കിട്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിൽ നിന്നുള്ള റിട്ടേൺ അനുസരിച്ച് ഇവർക്ക് തിരിച്ച് കൊടുക്കുമോ. റിട്ടേൺ എത്രയോ റിട്ടേണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചൊന്നുമില്ല. അവനിങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ ഇന്ന് നടന്ന സംഭവം പറയാമല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അതേപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ UK കയറി വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഫണ്ട് അറേഞ്ച് ആവാൻ ടൈം എടുത്തായിരുന്നു. അപ്പോൾ ആ ടൈം എടുത്ത സമയത്ത് ഞാൻ ഇതേപോലെയാണ് ചെയ്തത്. ഞാൻ എൻ്റെ കോൺടാക്ട്സിലുണ്ടായിരുന്ന ഫ്രണ്ട്സിന് മൊത്തം ഞാൻ മെസ്സേജ് അയച്ച് ഒരു 5000 റുപ്പീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയച്ച്. അപ്പോൾ കുറേ പേര് എനിക്ക് 5000 വെച്ച് ഇട്ട് തന്നു. പിന്നെ ചിലർ 5000 ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കയ്യിലുള്ള 3000 2000 ഒക്കെ വെച്ചിട്ട് തന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഒരുത്തൻ, അവനെനിക്ക് 20,000 ഇട്ട് തന്നു. അങ്ങനെ ഒരുപാട് പേര് സഹായിച്ച്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഫണ്ട് ഇട്ട് തന്നു. ഞാനും പറഞ്ഞു ഇവിടെ 1 മാസം സമയം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരും മേടിച്ചത്. ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ 1 മന്ത് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ ഫണ്ട് റെഡി ആയി കഴിഞ്ഞ് ഇപ്പോൾ ഞാനതെടുത്ത് എല്ലാവർക്കും തിരിച്ചു കൊടുത്തു. അപ്പോൾ ഞാനതിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞ് അവർക്ക് ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇതായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് സിമ്പിളായിട്ട് പറയാം, ഒരുപാട് നേരമൊന്നും പറയാനില്ലല്ലോ. പെട്ടെന്ന് വീഡിയോയിൽ ഒരുപാട് ടൈമൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് ഞാനിങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇന്ന് വളരെ ശോക ഡേ ആയിരുന്നു. സാരമില്ല, നമുക്ക് അടുത്ത ദിവസം റെഡിയാക്കാം. നാളെ എന്തെങ്കിലുമൊക്കെ നല്ല സംഭവിക്കുമായിരിക്കും. നല്ല സംഭവിക്കട്ടെ, നല്ല സംഭവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് നാളെ കാണാം. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലേറ്റായിപ്പോയി എടുത്തപ്പോൾ. നാളെ നമുക്ക് രാവിലെ തന്നെ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും നടന്നൊന്നുമില്ല. ഇതിന് എഡിറ്റ് ചെയ്ത് കളയുമ്പോൾ അറിയാം, ഇത് മൊത്തം ഇരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്യലൊക്കെ വലിയ പാടറോ, എന്ത് പാടാന്ന് പറയുമ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊത്തം ഇരുന്ന് ഞാൻ കേൾക്കണം. ആവശ്യമില്ലാത്തൊക്കെ കുറേ കട്ട് ചെയ്ത് കളയണം. അങ്ങനെയൊക്കെ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഞാനിവിടെ നിർത്തി. ഏറ്റവും ചെറിയ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഏറ്റവും ഷോർട്ടസ്റ്റ് വീഡിയോ ആയിരിക്കും. ബട്ട് നോ പ്രോബ്ലം, ഷോർട്ടസ്റ്റ് വീഡിയോ ഇരിക്കട്ടെ. ഇന്നിപ്പോൾ കൂടുതലൊന്നും സംഭവിച്ചില്ല ജീവിതത്തിൽ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ. വരുത്തി വയ്ക്കാനൊന്നും പറ്റുന്നില്ലോ. ഇന്ന് സംഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാനൊന്നും പറ്റില്ല. ദിസ് ഈസ് എ ക്വയറ്റ് നോർമൽ ഡേ. ഇങ്ങനത്തെ ഡേയ്സ് വളരെ കുറവാണ് എൻ്റെ ജീവിതത്തിൽ. ബട്ട് വാട്ട് വി ക്യാൻ ഡു, വി കൻ നോട്ട് ഡു എനിത്തിങ്. അതൊക്കെ അങ്ങനെയാണ്, ചില സമയത്തൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ശരി, നാളെ.